ഹായ്, എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിപ്രാവശ്യം ഒരു ഇലക്കറി ആയിട്ടാണ് വന്നിട്ടുണ്ട്. ഇലക്കറി എന്ന് വെച്ചാൽ നമ്മളെ കാട്ടിലും ഈ വഴിയിൽ റോഡ് സൈഡിലെല്ലാം പോകുമ്പോൾ കാണാം, ചേമ്പിൻ്റെ കറിയാണ്. അത് ചില സ്ഥലങ്ങളിൽ താള് എന്നാണ് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേതാണ് ചേമ്പിൻ്റെ ഇല. ഇതിൻ്റെ വള്ളി ഇത് കണ്ട തണ്ട്, ഈ തണ്ട് വെച്ചിട്ട് ഈ ഇല വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ടില്ലേ ഞാനൊരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം. ചേമ്പിലെ അപ്പം. അപ്പോൾ നാളെ കർക്കിടം തുടങ്ങാൻ പോകുന്നതാണ്. കർക്കിടത്തിൽ എല്ലാവരും പറയും 10 ഇല കൂട്ടണം എന്നൊക്കെ. ആ 10 ഇലയിൽ ഉൾപ്പെടുത്താട്ടെ ഈ ഇലയും. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിയാണ്. ഈ ഇലേൻ്റെ പുറകുവശം നാര്, ആ ചേമ്പലപ്പം ഉണ്ടാക്കിയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ നാര് നമ്മൾ എടുക്കണം. പിന്നെ ഇതിൻ്റെ തണ്ടും കൂടി നമ്മൾ ഈ കറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലവണ്ണം നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ വൃത്തിയാക്കിയെടുത്ത ഇലയും തണ്ടും കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വേവിക്കാൻ വെക്കാം. ഈ ഇലയിലോട്ട് നമുക്ക് 2 വലിയ പച്ചമുളക് കീറിയിടാം. ഇപ്പോൾ നമ്മൾ ഉപ്പും ഒന്നും ചേർക്കൂല. ഇല വെന്ത് ഈ പച്ചമുളകും വെന്തതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർക്കുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വേവുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ചിരവിയ തേങ്ങ 1 ബൗളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ചെറിയൊരു ബൗളാണ്. അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക് കീറിയത്. ഇനി ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾ. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പേസ്റ്റ് പോലെ അരയാനും പാടില്ല. നമ്മൾ അവിയലിനല്ല അരക്കൂലേ, അതുപോലെ ആവരുത്. അതിൻ്റെ ഇടയിൽ എടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇല വെന്തോ എന്ന് നോക്കാം. ഇല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ചേർക്കാൻ പോകുന്നത് ഉപ്പും പുളിവെള്ളമാണ്. ഉപ്പും പുളിവെള്ളവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്കത് അതിൻ്റെ ഇതെല്ലാം പിടിച്ച് വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കായം പൊടിയാണ്. പൊടി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. പച്ചമണമെല്ലാം മാറി നല്ല പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇതാ നമ്മുടെ ചേമ്പില കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ചോറിൻ്റെ കൂടെയെല്ലാം സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വേണം. ഇത് കറിയാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിതൊരു അവിയൽ പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഈ കറി ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കും, എന്തായാലും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.